സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി. കോട്ടയം ജില്ലയിലെ ഉദയനാപുരം പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ബാധിത പ്രദേശത്തിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പരിധിയിലെ കോഴികളെയും മറ്റ് വളർത്തുപക്ഷികളെയും അടിയന്തരമായി നശിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി. വൈക്കം നഗരസഭയിൽ ഉൾപ്പെടെ 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധികളിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ താറാവ്, കോഴി തുടങ്ങിയ പക്ഷികളുടെ മുട്ടയും ഇറച്ചിയും ഉപയോഗിക്കുന്നതിനും വിൽപ്പനയ്ക്കും 3 ദിവസത്തേക്ക് വിലക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. CPIM നേതാക്കൾക്കെതിരെ പരാതി. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടത്തിക്കൊടുക്കാൻ കൂട്ടുനിന്നാരോപിച്ച് CPIM നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, V ശിവൻകുട്ടി, A റഹീം MP എന്നിവർക്കെതിരെയാണ് പരാതി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദാണ് പരാതി നൽകിയത്. കുന്നംകുളം പോലീസിലാണ് പരാതി നൽകിയത്. പോക്സോ, ശൈശവ വിവാഹ നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 13 ദിവസം തന്റെ വീട്ടിൽ ഈ പെൺകുട്ടിയെ അനധികൃതമായി താമസിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി ജയകുമാറിനെതിരെയും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി വിവാദം. BJP ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാറിന് സസ്പെൻഷൻ. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനമുന്നയിച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാറിനെ BJP സസ്പെൻഡ് ചെയ്തു. തുടർച്ചയായി അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയത്. ശോഭാ സുരേന്ദ്രനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ബിന്ദുവിനെ ശോഭ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഗായിക ആശ്ര ഭോസ്ലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് മുതിർന്ന പിന്നണി ഗായിക ആശാ ഭോസ്ലയെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെ ഡോക്ടർ പ്രീതീത് സംദാനി അറിയിച്ചതാണ് ഇക്കാര്യം. ആശാ ഭോസ്ലെ നിലവിൽ എമർജൻസി മെഡിക്കൽ സർവീസ് യൂണിറ്റിൽ ചികിത്സയിലാണ്. ഇതേക്കുറിച്ച് അവരുടെ കുടുംബം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വാർത്താ ഏജൻസിയായ IANS-നെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് സ്ട്രോങ് റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയെന്ന ആരോപണങ്ങളിൽ വിശദീകരണവുമായി മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് ത്രിതല സുരക്ഷാ സംവിധാനങ്ങളോടെയാണ്. റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചതിന് ശേഷമാണ് മാറ്റാറുള്ളതെന്നും അതിനായി നിയമാനുസൃതമായ നടപടിയാണ് സ്വീകരിക്കാറുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിക്കാറ്. ഇതിന് വിരുദ്ധമായി പ്രചരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ട്രോങ് റൂം തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയെന്നാരോപിച്ച് UDF രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ പ്രതികരണം.